നമസ്കാരം കൂട്ടുകാരെ. 10ാം ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ 2ാം അധ്യായം വൃത്തങ്ങളും കോണുകളും. അതിലെ വൃത്തവും ചതുർഭുജവും എന്ന ഒരു പാഠഭാഗം. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് 52 മുതൽ 55 വരെയുള്ള കാര്യങ്ങളാണ്. വൃത്തവും ചതുർഭുജവും ഇത് ഈ 2ാം അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചതുർഭുജത്തിൽ 4 മൂലകളാണല്ലോ ഉള്ളത്. ഈ 4 മൂലകൾ വൃത്തത്തിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, അതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വൃത്തവും ചതുർഭുജവും എന്ന പാഠഭാഗത്തിൽ പ്രധാനപ്പെട്ടും നമ്മൾ 2 തത്വങ്ങൾ പഠിക്കുന്നുണ്ട്. കൂടാതെ പുതിയ ഒരു തരം ചതുർഭുജത്തെയും പരിചയപ്പെടും. അതിനെ നമ്മൾ ചക്രീയ ചതുർഭുജം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഭാഗത്തിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം ഇതാണ്. അതായത് ഇന്ന് ആദ്യം തെളിയിക്കാൻ പോകുന്നത് ഇതാണ്. ഒരു ചതുർഭുജത്തിൻ്റെ മൂലകളെല്ലാം ഒരു വൃത്തത്തിലാണെങ്കിൽ അതിലെ എതിർകോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. ഒരു ചതുർഭുജത്തിൻ്റെ 4 മൂലകളും വൃത്തത്തിലാണ് ഉള്ളത് എങ്കിൽ നമുക്ക് 2 ജോഡി എതിർകോണുകളായിരിക്കും ഉണ്ടാവുക. ആകെ 4 കോണുകളാണുള്ളത്. അപ്പോൾ നമുക്ക് 2 ജോഡി എതിർകോണുകളാണുള്ളത്. ആ 2 ജോഡി എതിർകോണുകളുടെയും തുകകൾ 180 ഡിഗ്രി വീതമായിരിക്കും. ഓക്കെ, നമുക്ക് അത് തെളിയിക്കാൻ നോക്കാം. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇത് പല രീതിയിൽ ചോദിക്കാം. ഒരു രീതിയാണ് ഇത്. ഒരു ചതുർഭുജത്തിൻ്റെ മൂലകളെല്ലാം ഒരു വൃത്തത്തിലാണെങ്കിൽ അതിലെ എതിർകോണുകളുടെ തുക 180 ഡിഗ്രി ആണെന്ന് തെളിയിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്തു ചെയ്യണം? ഒരു വൃത്തം വരച്ചു. അതിൽ നമ്മൾ 4 ബിന്ദുക്കൾ ABCD എന്ന 4 ബിന്ദുക്കൾ മാർക്ക് ചെയ്തു. ഇനി എന്തു ചെയ്യുക? AB, BC, CD, DA വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചതുർഭുജം കിട്ടും. അപ്പോൾ ABCD എന്ന ചതുർഭുജത്തിലെ 4 മൂലകളും വൃത്തത്തിലാണ് ഉള്ളത്. ഓക്കെ, ഇനി ഇവിടെയുള്ള എതിർകോണുകൾ കോൺ എയും കോൺ സിയും ഒരു ജോഡി എതിർകോണുകളാണ്. കോൺ ബിയും കോൺ ഡിയും രണ്ടാമത്തെ ജോഡി എതിർകോണുകളാണ്. കോൺ എ പ്ലസ് കോൺ സി 180 ഡിഗ്രി എന്നും കോൺ ബി പ്ലസ് കോൺ ഡി 180 ഡിഗ്രി എന്നും നമുക്ക് തെളിയിക്കണം. നോക്കിയാലോ? ആദ്യം നമുക്ക് തന്നിരിക്കുന്ന നമ്മൾ വരച്ച ആ ചിത്രം, അതിലെ ചതുർഭുജം ABCDയിൽ എയും സിയും യോജിപ്പിക്കുക. അപ്പോൾ AC എന്ന വികരണം കിട്ടും. ഈ AC എന്ന വികരണം ഈ വൃത്തത്തിലെ ഒരു ഞാൺ കൂടിയാണ്. ഇനി ഈ ചിത്രം പരിശോധിക്കൂ. ഈ ചിത്രത്തിൽ നമ്മുടെ കോൺ ബി ഞാണ് വൃത്തത്തെ രണ്ടായി ഭാഗിക്കും. ഞാൻ AC എന്ന ഞാൻ ഭാഗിക്കുന്ന വൃത്തഖണ്ഡത്തിലെ ഒരു ഭാഗത്തിലുള്ളതാണ് കോൺ ബി. കോൺ ഡി മറുകണ്ഡത്തിലാണ്. ഓക്കെ, അപ്പോൾ വൃത്തഖണ്ഡത്തിലെയും മറുകണ്ഡത്തിലെയും കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് കോൺ ബി പ്ലസ് കോൺ ഡി 180 ഡിഗ്രി ആണ്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ AC യോജിപ്പിച്ച് നോക്കുക. അപ്പോൾ AC എന്ന ഞാണ് കിട്ടി.
ഇപ്പോൾ ബിയിലെയും ഡിയിലെയും കോണുകൾ AC എന്ന ഞാൻ വൃത്തത്തെ മുറിച്ചുണ്ടാക്കുന്ന രണ്ട് വൃത്തഖണ്ഡങ്ങളിലെ കോണുകളാണ്. അതിനാൽ അവയുടെ തുക 180 ഡിഗ്രിയാണ്. അപ്പോൾ കോൺ ബി പ്ലസ് കോൺ ഡി 180 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതാ, ഇവിടെ ബിയും ഡിയും തമ്മിൽ യോജിപ്പിച്ചാൽ BD എന്ന വര കിട്ടും. അതെന്താണ്? ഒരു വികരണമാണ്, കൂടാതെ അത് ഒരു ഞാനുമാണ്. ഇനി എന്താണ് എഴുതേണ്ടത്? BD എന്ന ഞാൻ ഉണ്ടാക്കുന്ന രണ്ട് വൃത്തഖണ്ഡങ്ങളിലെ ഒരു വൃത്തഖണ്ഡത്തിലാണ് കോൺ A ഉള്ളത്, അതായത് കോൺ BAD. കോൺ C, അതായത് കോൺ BCD മറുകണ്ഡത്തിലാണ് ഉള്ളത്. വൃത്തഖണ്ഡത്തിലെയും മറുകണ്ഡത്തിലെയും കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അതിൽ നിന്നും കോൺ A പ്ലസ് കോൺ C 180 ഡിഗ്രി എന്ന് കിട്ടും. അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചുരുക്കി എഴുതാം. ഇതുപോലെ BD വരച്ചു നോക്കിയാൽ എയിലെയും സിയിലെയും കോണുകളുടെ തുക 180 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? രണ്ട് ജോഡി എതിർകോണുകളുടെയും തുകകള് 180 ഡിഗ്രി വീതമാണെന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് തെളിയിച്ചു? ഇതാ, ഒരു ചതുർഭുജത്തിന്റെ മൂലകളെല്ലാം ഒരു വൃത്തത്തിലാണെങ്കിൽ അതിലെ എതിർകോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. ഓക്കെ, അത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമ്മൾ രണ്ടാമതായി തെളിയിക്കാൻ പോകുന്നത് ഇതിൽ നിന്നും തന്നെ എടുക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ തിരിച്ച് ചിന്തിക്കുക. അതായത് നമുക്ക് ഒരു ചതുർഭുജം തന്നിട്ടുണ്ട്. ചതുർഭുജത്തിൽ രണ്ട് ജോഡി എതിർകോണുകൾ ഉണ്ടാവും. ഇനി എതിർകോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഓക്കെ, അതായത് എതിർകോണുകളുടെ തുക 180 ഡിഗ്രി ആണെങ്കിൽ ചതുർഭുജത്തിന്റെ 4 മൂലകളും കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാം. അതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്തതിൽ നമ്മൾ തെളിയിക്കേണ്ടത് എന്താണ്? ഇതാ, ഒരു ചതുർഭുജത്തിന്റെ എതിർകോണുകളുടെ തുക 180 ആണെങ്കിൽ അതിന്റെ 4 മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാൻ കഴിയുമോ? അതാണ് ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഒരു ചതുർഭുജത്തിന്റെ എതിർകോണുകളുടെ തുക 180 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ 4 മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാം? അത് നമ്മൾ തെളിയിക്കണം. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തെളിയിക്കാൻ വേണ്ടി ചതുർഭുജത്തിന്റെ 4 മൂലകളിലെ 3 മൂലകൾ അതിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാൻ കഴിയുമെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാം. ഓക്കെ, അതിനുശേഷം ഈ 4ാമത്തെ ബിന്ദു വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് തെളിയിക്കാൻ വേണ്ടി ആദ്യം ചതുർഭുജത്തിലെ 3 മൂലകളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാൻ കഴിയും. അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ആദ്യം തെളിയിക്കാം. ഓക്കെ, അതിലേക്ക് ആദ്യം പോവാം. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, അത് പെട്ടെന്ന് പോവാം. അപ്പം അതിനു വേണ്ടി ആദ്യം എന്താണ്, നമുക്ക്
ഒരു ചതുർഭുജം വേണം. അപ്പോൾ ഇവിടെ ABCD എന്നതാണ് നമ്മുടെ ചതുർഭുജം. ഇനി 3 മൂലകളിൽ കൂടി കടന്നു പോകുന്ന ഒരു വൃത്തമാണ് വരയ്ക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ 3 മൂലകളെ ചൂസ് ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് 1, ABC എന്നീ മൂലകൾ തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 2, എയും സിയും യോജിപ്പിച്ച് AC എന്ന വര ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ത്രികോണം ABC കിട്ടും. ക്ലിയർ ആയല്ലോ? അതാണ് നമ്മുടെ ഈ പുതിയ ചിത്രം. ABC ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന മൂലകൾ. അതുകൊണ്ടാണ് അത് ഞാൻ ചുവന്ന കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ത്രികോണം ABC ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ്, 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ AB എന്ന വശത്തിൻ്റെ പകുതിയിൽ കൂടുതൽ നീളം കോമ്പസിൽ എടുക്കുക. എന്നിട്ട് എയിൽ കുത്തി മുകളിലും താഴെയും ഓരോ ചാപം വരയ്ക്കുക. അതേ നീളത്തിൽ ബിയിൽ കുത്തി ഈ ചാപങ്ങളെ മുറിക്കുന്ന ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. അപ്പോൾ 2 ബിന്ദുക്കൾ കിട്ടും. അതിനെ യോജിപ്പിച്ച് ഒരു വര വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ലംബ സമഭാജി കിട്ടും. അപ്പോൾ ഈ വര ABയുടെ ലംബ സമഭാജിയാണ്. ഓക്കെ. ഇനി ഇതേപോലെ BC എന്ന വശത്തിനും ലംബ സമഭാജി വരയ്ക്കുക. BC എന്ന വശത്തിൻ്റെ പകുതിയിൽ കൂടുതൽ നീളത്തിൽ ബിയിൽ കുത്തി വലതുവശത്തും ഇടതുവശത്തും ഓരോ ചാപം വരയ്ക്കുക. അതേ നീളത്തിൽ സിയിൽ കുത്തി ഈ ചാപങ്ങളെ മുറിക്കുക. ആ മുറിക്കുന്ന ബിന്ദുക്കൾ 2 മാർക്ക് ചെയ്യുക. ആ 2ഉം കൂടി യോജിപ്പിച്ച് ഒരു വര വരയ്ക്കുക. അപ്പോൾ നമുക്ക് BCയുടെ ലംബ സമഭാജി കിട്ടും. ഇങ്ങനെ കിട്ടും. ഈ 2 ലംബ സമഭാജികളും കൂട്ടിമുട്ടുന്ന ബിന്ദു ആയിരിക്കും നമ്മൾ വരയ്ക്കാൻ പോകുന്ന വൃത്തത്തിൻ്റെ കേന്ദ്രം. 3 മൂലകളിൽ കൂടി കടന്നു പോകുന്ന വൃത്തത്തിൻ്റെ കേന്ദ്രം അതായിരിക്കും. അത് നമുക്ക് O എന്ന് മാർക്ക് ചെയ്യാം. അതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ AC എന്ന വശത്തിലല്ല കേട്ടോ നമ്മുടെ O എന്ന ബിന്ദു കിടക്കുന്നത്. അത് കുറച്ച് താഴെയാണ്. ഓക്കെ. ഇനി നമുക്ക് OA അല്ലെങ്കിൽ OB അല്ലെങ്കിൽ OC ആരമായിട്ട് ഒരു വൃത്തം വരച്ചു നോക്കൂ. അപ്പോൾ ആ വൃത്തം 3 ബിന്ദുക്കളിലൂടെയും കടന്നു പോകും. എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെയും കടന്നു പോകുന്ന ഇങ്ങനെ ഒരു വൃത്തം കിട്ടും. അതായത് OAയും OBയും OCയും തുല്യമായിരിക്കും. ഓക്കെ. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ ചതുർഭുജത്തിൻ്റെ 3 മൂലകളിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വൃത്തം വരയ്ക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ലംബ സമഭാജികളെ മായ്ച്ചു കളഞ്ഞാൽ ഇങ്ങനെ ചിത്രം കിട്ടും. ഓക്കെ. ഇനി നമ്മുടെ ചതുർഭുജത്തിലെ 4ാമതൊരു ബിന്ദു ഉണ്ടല്ലോ. ഇനി നമുക്ക് ആ 4ാമത്തെ ബിന്ദുവിനെ പറ്റി ആലോചിക്കാം. ഈ ചിത്രത്തിൽ 4ാമത്തെ ബിന്ദു D എവിടെയാണ് കിടക്കുന്നത്? വൃത്തത്തിന് പുറത്താണ് കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ 3 മൂലകളിൽ കൂടി ഒരു വൃത്തം വരച്ചു. ഇനി നമ്മൾ 4ാമത്തെ ബിന്ദുവിനെ നോക്കി എന്താണ് എതിർകോണുകളുടെ തുക ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തുടർച്ചയാണ്. അപ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം.
ചോദ്യം നോക്കൂ. ചതുർഭുജത്തിന്റെ 3 മൂലകൾ വൃത്തത്തിലാണ്. നാലാമത്തെ മൂല ഡി എവിടെയായിരിക്കും? നമ്മൾ വരച്ച വൃത്തത്തിൽ എവിടെയാണുള്ളത് നോക്കൂ. ഡി പുറത്താണുള്ളത്, വൃത്തത്തിന്റെ പുറത്താണുള്ളത്. പക്ഷെ എപ്പോഴും അങ്ങനെ തന്നെ വേണമെന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ഒരു വൃത്തത്തിന്റെ ഉള്ളിലാവാം, പുറത്താവാം, അല്ലെങ്കിൽ വൃത്തത്തിലാവാം. അപ്പോൾ ചതുർഭുജത്തിന്റെ 3 മൂലകൾ വൃത്തത്തിലാണ്. നാലാമത്തെ മൂല 3 സാഹചര്യങ്ങളിലൂടെ വരാം. 3 പോസിബിലിറ്റീസ് ഉണ്ട്, സാധ്യതകളുണ്ട്. ഒന്നാമത്തെ സാധ്യത എന്താണ്? ഡി എന്ന ബിന്ദു വൃത്തത്തിന് പുറത്തായിരിക്കാം. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ എ ബി സി ഡി എന്ന ചതുർഭുജത്തിൽ എയും ബിയും സിയും വൃത്തത്തിലാണ്, ഡി വൃത്തത്തിന് പുറത്താണ്. രണ്ടാമത്തെ സാധ്യത എന്താണ്? നമ്മുടെ ചതുർഭുജത്തിന്റെ ഡി എന്ന ബിന്ദു വൃത്തത്തിന്റെ ഉള്ളിലാകാം, അകത്താവാം. അതാണ് രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ എന്തായിരിക്കും? ഡി എന്ന ബിന്ദു വൃത്തത്തിൽ തന്നെ ആയിരിക്കും. അതായത് എ ബി സി ഡി 4 ബിന്ദുക്കളും വൃത്തത്തിലായിരിക്കും. അപ്പോൾ എതിർകോണുകളുടെ തുക എത്രയായിരിക്കുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ 3 സാഹചര്യങ്ങൾ നോക്കണം. അപ്പോൾ നാലാമത്തെ ബിന്ദു വൃത്തത്തിന് പുറത്ത് വരുമ്പോൾ ആ ബിന്ദുവിലുള്ള കോണും എതിർകോണും തമ്മിൽ അവയുടെ തുക എത്രയായിരിക്കുമെന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ സാഹചര്യത്തിൽ എന്താണ്? വൃത്തത്തിന് അകത്തായിരിക്കും നമ്മുടെ ഡി എന്ന ബിന്ദു. അപ്പോൾ ആ മൂലയിലുള്ള കോണും അതിൻ്റെ എതിർകോണും കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് നോക്കണം. മൂന്നാമത്തെ സാഹചര്യത്തിൽ വൃത്തത്തിലാണ്, അവിടെ ഡി എന്ന ബിന്ദുവിലെ കോണും എതിർകോണും കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് നോക്കണം. വൃത്തത്തിലാണ് എങ്കിൽ എന്തായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 4 മൂലകളും വൃത്തത്തിലാണെങ്കിൽ എതിർകോണുകൾ കൂട്ടിയാൽ 180 കിട്ടുമെന്ന് നമുക്കറിയാം. ഓക്കെ, അതായത് കോൺ ബിയും കോൺ ഡിയും കൂട്ടിയാൽ 180 ആയിരിക്കും. കോൺ എയും കോൺ സിയും കൂട്ടിയാൽ 180 ആയിരിക്കും. ഓക്കെ, ഈ 2 സാഹചര്യങ്ങളിൽ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കിയാലോ? അത് നോക്കാൻ വേണ്ടി നമുക്ക് ആദ്യത്തെ സാഹചര്യം എടുക്കാം. ആദ്യത്തെ സാഹചര്യത്തിൽ ഡി എന്ന ബിന്ദു വൃത്തത്തിന് പുറത്താണ്. അത് നമുക്ക് നോക്കിയാലോ? അപ്പൊ അതിന്റെ ചോദ്യം നോക്കൂ. ചതുർഭുജത്തിന്റെ 3 മൂലകൾ എ ബി സി വൃത്തത്തിലാണ്. നാലാമത്തെ മൂല ഡി വൃത്തത്തിന് പുറത്താണ്. ആ മൂലയിലെയും എതിർമൂലയിലെയും കോണുകളുടെ തുക എത്രയായിരിക്കും? നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ സി ഡി എന്ന വശം വൃത്തത്തിൽ കൂട്ടിമുട്ടുന്ന ഒരു ബിന്ദു ഉണ്ടല്ലോ, അത് നമുക്ക് ഇ എന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് എയും ഇയും യോജിപ്പിക്കുക. അപ്പോൾ എ ബി സി ഇ എ ഇങ്ങനെ ഒരു ചതുർഭുജം കിട്ടും. ആ ചതുർഭുജം നോക്കൂ. ആ ചതുർഭുജത്തിലെ എല്ലാ ബിന്ദുക്കളും വൃത്തത്തിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഡി വൃത്തത്തിന് പുറത്താണെങ്കിൽ
ആ മൂലയിലെയും എതിർമൂലയിലെയും കോണുകളുടെ തുക കാണാൻ വേണ്ടി സി ഡി എന്ന് പറയുന്ന വശം വൃത്തത്തെ മുറിച്ചു കടക്കുന്ന ബിന്ദു ഇ ആന്ന് വിചാരിക്കുക. അതിനെയും എനെയും യോജിപ്പിച്ചാൽ നമുക്ക് എ ബി സി ഇ എന്ന് ഒരു ചതുർഭുജം കിട്ടും. അതിലെ 4 മൂലകളും വൃത്തത്തിലായിരിക്കും. ഓക്കെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിങ്ങനെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിലെ ഒരു ഭാഗം ചിലപ്പോൾ എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദിക്കാം. ചിലപ്പോൾ മൊത്തമായിട്ടായിരിക്കും ചോദിക്കുക, പക്ഷെ ചില ഭാഗങ്ങളും ചോദിക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ തിരിച്ചു വരൂ. ഇവിടെ എ ബി സി ഇ എന്ന് പറയുന്ന ചതുർഭുജത്തിലെ 4 ബിന്ദുക്കളും വൃത്തത്തിലാണ്. നമുക്ക് ഇവിടെ ഈ കോൺ ഡിയും കോൺ ബിയും തമ്മിലുള്ള തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനി എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ഇവിടെ ത്രികോണം എ ഇ ഡി നോക്കൂ. അതിലെ ഡി ഇ എന്ന വശത്തെ നീട്ടി വരച്ചാൽ നമുക്ക് കോൺ എ ഇ സി കിട്ടും. ഇവിടെ കോൺ എ ഇ സിയും ഈ കോൺ ബിയും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. കാരണം 4 ബിന്ദുക്കളും വൃത്തത്തിലുള്ള ഒരു ചതുർഭുജമാണല്ലോ എ ബി സി. ഓക്കെ, ഇനി അതായത് ഞാനത് ഒരു ചിത്രം വെച്ച് പറയാം. ഇതാ, അപ്പൊ ഈ ചിത്രത്തിൽ എ ബി സി ഇ ഇവയെല്ലാം വൃത്തത്തിലെ ബിന്ദുക്കൾ ആയതുകൊണ്ട് നമ്മുടെ എതിർകോണുകളായ ബിയും അതുപോലെ ഈ ഭാഗം, അതായത് എ ഇ സിയും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇനി ഈ കോണും കോൺ ഡിയും തമ്മിലുള്ള ഒരു ബന്ധം കണ്ടുപിടിച്ചാലാണ് നമുക്ക് ബിയും ഡിയും കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ ആ ബന്ധം കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ത്രികോണത്തിന് എടുക്കാം. ത്രികോണം എ ഇ ഡി എടുക്കാം. ത്രികോണം എ ഇ ഡിയിൽ ഇ എന്ന ബിന്ദുവിൻ്റെ പുറത്ത് ഉള്ള കോണാണ് ഈ എ ഇ സി. അപ്പോൾ പുറംകോൺ എന്ന് പറഞ്ഞാൽ ആ ത്രികോണത്തിൻ്റെ മറ്റ് 2 മൂലയിലുമുള്ള അകക്കോണുകളുടെ തുകയായിരിക്കും. അതായത് നമുക്ക് എന്ത് പറയാം നോക്കൂ, കോൺ എ ഇ സി എന്നത് എ ഇ ഡി എന്ന ത്രികോണത്തിൽ ഇയുടെ പുറംകോണാണ്. അപ്പോൾ ഈ പുറംകോൺ, അതായത് എ ഇ സി എന്ന് പറയുന്നത് മറ്റ് 2 മൂലയിലുള്ള അകക്കോണുകളുടെ തുകയാണ്. അതായത് കോൺ ഡി പ്ലസ് ഈ കോൺ. ഈ കോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇ എ ഡി എന്ന കോണായിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നേരത്തെ നമ്മൾ മനസ്സിലാക്കി, ഈ കറുപ്പിൽ കാണിച്ചിരിക്കുന്ന കോണുകൾ ഉണ്ടല്ലോ, കോൺ എ ഇ സിയും ഇത് നമുക്ക് ബി എന്ന് തന്നെ പറയാം, കോൺ ബിയും, അത് 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ഇവിടെ ഈ എ ഇ സിയുടെ സമവാക്യം 1 കൊടുത്തു നോക്കൂ. അപ്പൊ എന്ത് കിട്ടും? സമവാക്യം 1 കൊടുത്താൽ എന്ത് കിട്ടും? കോൺ ബി പ്ലസ് ഇതാ കോൺ ഡി പ്ലസ് കോൺ ഇ എ ഡി, അത് 180 ഡിഗ്രിയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്?
നമ്മുടെ യഥാർത്ഥ ത്രികോണമല്ല, ചതുർഭുജം ABCDയിലെ കോൺ ഡിയും കോൺ ബിയും തമ്മിലുള്ള തുകയാണ് വേണ്ടത്. ഇവിടെ നോക്കൂ, കോൺ ബി പ്ലസ് കോൺ ഡി എന്ത് കിട്ടും? ഇതിനങ്ങോട്ട് കൊണ്ടുപോയാൽ 180 മൈനസ് കോൺ EAD. കോൺ ഡി എന്തായാലും ഒരു അതിസംഖ്യ അല്ലെങ്കിൽ എണൽ സംഖ്യ ആയിരിക്കും. അപ്പോൾ 180 നിന്നും അത് കുറച്ചാൽ എന്താണ് കിട്ടുന്നത്? നമുക്ക് 180നേക്കാൾ ചെറിയ ഒരു സംഖ്യ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? കോൺ ബി പ്ലസ് കോൺ EAD 180നേക്കാൾ ചെറുതായിരിക്കും. അതായത് കോൺ ബി പ്ലസ് കോൺ EAD ചെറുതാണ് 180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ എതിർകോണുകളുടെ തുക 180 ഡിഗ്രി ആണെങ്കിൽ നാലാമത്തെ ബിന്ദു വൃത്തത്തിന്റെ പുറത്താവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്? ചതുർഭുജത്തിന്റെ 3 മൂലകൾ വൃത്തത്തിലാണ്. നാലാമത്തെ മൂല വൃത്തത്തിന് പുറത്തായാൽ ആ മൂലയിലെയും എതിർമൂലയിലെയും കോണുകളുടെ തുക 180ൽ കുറവായിരിക്കും. ഇത് ഓർത്തു വയ്ക്കുക. ഇതിൽ നിന്നും എതിർകോണുകളുടെ തുക 180 എന്ന് നമുക്ക് തന്നാൽ കോൺ ഡി വൃത്തത്തിന്റെ പുറത്ത് ആയിരിക്കില്ല. അത് നമ്മൾ തെളിയിച്ചു. ഇനി നമുക്ക് കോൺ ഡി വൃത്തത്തിന് അകത്താവാൻ സാധ്യതയുണ്ടോ എന്നല്ലേ നോക്കേണ്ടത്. അതിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യം ഇങ്ങനെ എടുക്കാം. ചതുർഭുജത്തിന്റെ 3 മൂലകൾ ABC വൃത്തത്തിലാണ്. നാലാമത്തെ മൂല D വൃത്തത്തിന് അകത്താണ്. ആ മൂലയിലെയും എതിർമൂലയിലെയും കോണുകളുടെ തുക എത്രയായിരിക്കും? ഇത് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് വേണം? വൃത്തത്തിൽ 4 ബിന്ദുക്കളും വരുന്ന ഒരു ചതുർഭുജം വേണം. അപ്പൊ എയും ബിയും സിയും ഇവിടെ എന്താണ്? വൃത്തത്തിലാണ്. അപ്പൊ ഈ ഡീനെ നീട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ CD-നെ നീട്ടി വരച്ചാൽ വൃത്തത്തിൽ കൂട്ടിമുട്ടും. അത് E എന്ന് മാർക്ക് ചെയ്യുക. AB BC പിന്നെ എന്ത് ചെയ്യുക? CE എന്നെടുക്കാം. ഡീനെ നീട്ടി വരച്ചാൽ ഇവിടെ E, CE പിന്നെ AE. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4 മൂലകളും വൃത്തത്തിൽ വരുന്ന ഒരു ചതുർഭുജം കിട്ടും. അപ്പോൾ CD നീട്ടി വരച്ചാൽ അത് വൃത്തത്തിൽ മുട്ടുന്ന ബിന്ദുവും എയും യോജിപ്പിക്കുക. അപ്പൊ നമുക്ക് ചിത്രം ഇങ്ങനെ വരയ്ക്കാം. ക്ലിയർ അല്ലേ? ABCE അതെന്തായിരിക്കും? ഒരു ചതുർഭുജമായിരിക്കും. ഈ ചതുർഭുജത്തിൽ കോൺ ബിയും കോൺ ഇയും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തെളിയിക്കേണ്ടത് അല്ലെങ്കിൽ കണക്കാക്കേണ്ടത് കോൺ ബി പ്ലസ് ഈ കോണാണ്. അതായത് കോൺ ADC എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഈ ത്രികോണം എടുത്താൽ, ത്രികോണം DAE എടുത്താൽ ഡിയുടെ പുറംകോണാണ് കോൺ ADC. ഈ പുറംകോണിന്റെ കോണിന്റെ അളവ് മറ്റു 2 മൂലകൾ,
അതിൻ്റെ അകക്കോണുകളുടെ തുകയായിരിക്കും. കോൺ ഇ പ്ലസ് കോൺ ഡി എ ഇ അല്ലെങ്കിൽ ഇ എ ഡി എങ്ങനെ വേണമെങ്കിലും പറയാം, അതായിരിക്കും. മനസ്സിലായില്ലേ? ഈ ത്രികോണം എടുത്താൽ ഡിയുടെ പുറംകോണാണ് എ ഡി സി. അതെന്ന് പറഞ്ഞാൽ കോൺ ഇയും കോൺ ഇ എ ഡിയും കൂട്ടിയതായിരിക്കും. അത് എഴുതി നോക്കൂ. ഇതാ എ ഇ ഡി എന്ന ത്രികോണത്തിൽ നിന്നും കോൺ എ ഡി സി സമം കോൺ ഇ പ്ലസ് കോൺ ഇ എ ഡി എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇവിടെ നേരത്തെ കോൺ ബി പ്ലസ് കോൺ ഇ 180 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇക്ക് ഒരു സമവാക്യം കിട്ടിയാൽ അതിവിടെ കൊണ്ടിടാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇനെ കിട്ടാൻ വേണ്ടി ഇത് ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ കോൺ ഇ സമം കോൺ എ ഡി സി, ഇത് അങ്ങോട്ടേക്ക് എടുത്താൽ മൈനസ് കോൺ ഇ എ ഡി എന്ന് എഴുതാം. നോക്കൂ, കോൺ ഇ സമം കോൺ എ ഡി സി മൈനസ് കോൺ ഇ എ ഡി. ഇതിനി എന്ത് ചെയ്യാ? നമ്മുടെ ഈ സമവാക്യത്തിൽ കൊണ്ടു കൊടുക്കുക. അപ്പോൾ കോൺ ബി പ്ലസ് കോൺ ഇ 180 ആണ്. അതെങ്ങനെ എഴുതാം? കോൺ ബി പ്ലസ് ഇക്ക് പകരം എ ഡി സി മൈനസ് ഇ എ ഡി, അത് 180 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ ഒറിജിനൽ യഥാർത്ഥ ചതുർഭുജം എ ബി സി ഡിയിൽ ഡിയുടെ കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡി സി അല്ലേ? ബിയുടെ കോൺ ബി തന്നെയല്ലേ? അപ്പോൾ കോൺ ബി പ്ലസ് കോൺ എ ഡി സി ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് കോൺ ഇ എ ഡി അങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് അത് 180 പ്ലസ് കോൺ ഇ എ ഡി എന്ന് കിട്ടും. 180 പ്ലസ് കോൺ ഇ എ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? 180നേക്കാൾ കൂടുതലാണല്ലോ. അതായത് നാലാമത്തെ മൂലയിലുള്ള കോണും അതിൻ്റെ എതിർമൂലയിലുള്ള കോണും കൂട്ടിയാൽ 180നേക്കാൾ കൂടുതലായിരിക്കുമെന്ന് കിട്ടും. ഓക്കെ, നമുക്ക് തെളിയിക്കേണ്ട ചോദ്യത്തിൻ്റെ ഭാഗം എന്താണ് തന്നിരിക്കുന്നത്? എതിർ കോണുകൾ 180 തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? ഡി എന്ന നാലാമത്തെ ബിന്ദു വൃത്തത്തിന് അകത്ത് ആവാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നാലാമത്തെ ബിന്ദു വൃത്തത്തിന് അകത്താണ് എങ്കിൽ എന്ത് മനസ്സിലാക്കി? ഇതാ, നാലാമത്തെ മൂല വൃത്തത്തിന് അകത്തായാൽ ആ മൂലയിലെയും എതിർമൂലയിലെയും കോണുകളുടെ തുക 180 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ സാഹചര്യം എന്താണ്? നമ്മുടെ നാലാമത്തെ ബിന്ദു വൃത്തത്തിൽ വരിക. ചതുർഭുജത്തിന്റെ 3 മൂലകൾ എ ബി സി വൃത്തത്തിലാണ്. നാലാമത്തെ മൂലയും വൃത്തത്തിലാണ്. ആ മൂലയിലെയും എതിർമൂലയിലെയും കോണുകളുടെ തുക എത്ര? അത് 180 ഡിഗ്രിയാണ് എന്ന് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ വികരണങ്ങൾ വരച്ച് സ്ഥാപിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എ സി എന്ന വികരണം വരച്ചാൽ അതിൻ്റെ രണ്ട് വൃത്തഖണ്ഡങ്ങളിൽ വരുന്നതാണ് ബിയും ഡിയും. അതുകൊണ്ട് 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ ബി ഡി എന്ന ഞാനെടുത്താൽ കോൺ എയും കോൺ സിയും രണ്ട് വൃത്തഖണ്ഡങ്ങളിലാണ് വരുന്നത്. അത് എന്താണ്? വൃത്തഖണ്ഡവും മറുഖണ്ഡവുമാണ്. അതുകൊണ്ട് അവയുടെ
തുക 180 ആയിരിക്കും. അത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ സ്ഥാപിച്ചതാണ്. അതുകൊണ്ട് നാലാമത്തെ മൂല വൃത്തത്തിലായാൽ ആ മൂലയിലെയും എതിർമൂലയിലെയും കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ എത്തി? ഇതാ. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ എതിർ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഒരു ചതുർഭുജം എടുത്തു. ആ ചതുർഭുജത്തിന്റെ മൂന്ന് മൂലകളിലൂടെ കടന്നു പോകുന്ന വൃത്തമുണ്ടാവും എന്ന് നമ്മൾ എന്ത് ചെയ്തു? സ്ഥാപിച്ചു. അല്ലെങ്കിൽ അത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ട് നേരിട്ട് എഴുതാം. ഓക്കെ, 3 ബിന്ദുക്കൾ ഭാഗമായി വരുന്ന വൃത്തം നമുക്ക് വരയ്ക്കാമെന്ന് അറിയാം. ഇനി നാലാമത്തെ ബിന്ദു 3 സാഹചര്യങ്ങളിലൂടെ കടന്നു പോവാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തത്തിന് പുറത്ത്. നാലാമത്തെ മൂല വൃത്തത്തിന് പുറത്തായാൽ ആ മൂലയിലെയും എതിർമൂലയിലെയും കോണുകളുടെ തുക 180നേക്കാൾ കുറവാണ് എന്ന് നമ്മൾ സ്ഥാപിച്ചു. ഓക്കെ, ആ പ്രൂഫ് ഓർക്കുക. അതെങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ എന്നുള്ളത്. പിന്നെ നാലാമത്തെ മൂല അകത്താണ് എങ്കിൽ കോണ് കൂടുതലായിരിക്കും, 180നേക്കാൾ കൂടുതലാണ്. ഇനി നാലാമത്തെ മൂലയും വൃത്തത്തിലാണ് വരുന്നതെങ്കിൽ മൂലയിലെയും എതിർ കോണിൻ്റെയും തുക 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ്? ഒരു ചതുർഭുജത്തിന്റെ എതിർ കോണുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 4 മൂലകളും ഭാഗമായി വരുന്ന ഒരു വൃത്തം വരയ്ക്കാം. അതാണ് നമുക്ക് തെളിയിക്കേണ്ടായിരുന്നത്. അപ്പം നമ്മളത് തെളിയിച്ചു. അതായത് ഒരു ചതുർഭുജത്തിന്റെ എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ 4 മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഓർത്തു വെക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 കാര്യങ്ങളാണ് സ്ഥാപിച്ചത്. ആദ്യം സ്ഥാപിച്ചത് എന്താണ്? ഒരു ചതുർഭുജത്തിന്റെ മൂലകൾ എല്ലാം ഒരു വൃത്തത്തിലാണെങ്കിൽ അതിലെ എതിർ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അത് നമ്മൾ വികരണം വെച്ചാണ് പ്രൂവ് ചെയ്തത്. രണ്ടാമത്തത് എന്താണ്? ഒരു ചതുർഭുജത്തിന്റെ എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ 4 മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാം. ഇത് പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ABCD എന്ന് പറയുന്ന ഒരു ചതുർഭുജം എടുക്കുക. അതിലെ ABC എന്നീ മൂലകളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് നാലാമത്തെ ബിന്ദു എടുക്കുക. നാലാമത്തെ ബിന്ദു വൃത്തത്തിന് അകത്ത്, വൃത്തത്തിന് പുറത്ത്, വൃത്തത്തിൽ, ഇങ്ങനെ 3 സാഹചര്യങ്ങളാണുള്ളത്. വൃത്തത്തിൻ്റെ പുറത്താണ് എങ്കിൽ 180 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും ആ മൂലയുടെ കോണിൻ്റെയും എതിർ കോണിൻ്റെയും തുക. ഇനി നാലാമത്തെ ബിന്ദു വൃത്തത്തിനകത്താണെങ്കിൽ ആ മൂലയിലെയും എതിർമൂലയിലെയും കോണുകളുടെ തുക 180നേക്കാൾ കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ എന്തുകൂടി സ്ഥാപിച്ചു? നാലാമത്തെ ബിന്ദു വൃത്തത്തിലാണെങ്കിൽ ആ മൂലയിലെയും എതിർമൂലയിലെയും കോണുകൾ 180 ഡിഗ്രിയാണ്. അതിൽ നിന്നും ഒരു ചതുർഭുജത്തിന്റെ എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ 4 മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാമെന്ന് നമ്മൾ സ്ഥാപിച്ചു. ഓക്കെ, ഇതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം.
ഇനി ഇത്തരം ചതുർഭുജങ്ങളുണ്ടല്ലോ, അതായത് 4 മൂലകളും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ചതുർഭുജത്തിനെ നമുക്ക് പുതിയൊരു പേര് കൊടുക്കാം. അതാണ് ചക്രീയ ചതുർഭുജം. അപ്പോൾ ചക്രീയ ചതുർഭുജത്തിന്റെ നിർവചനം നോക്കൂ. എന്താണ് ചക്രീയ ചതുർഭുജം? ഒരു ചതുർഭുജത്തിന്റെ 4 മൂലകളും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ കഴിയുന്ന ചതുർഭുജത്തെ ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കാം. 4 മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ കഴിയുന്ന ചതുർഭുജത്തെയാണ് ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കുന്നത്. ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ കൂടി പറയാം. ഏതാണത്? എതിർകോണുകൾ വെച്ചിട്ടും നമുക്ക് ചക്രീയ ചതുർഭുജത്തെ നിർവചിക്കാം. എതിർകോണുകളുടെ തുക 180 ഡിഗ്രി ആയ ചതുർഭുജങ്ങളാണ് ചക്രീയ ചതുർഭുജങ്ങൾ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി 2-3 കാര്യം കൂടി നമുക്ക് പറയാം. അപ്പോൾ ഒരു ചോദ്യം നോക്കിയാലോ. അപ്പോൾ ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്? 4 മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ കഴിയുന്ന ചതുർഭുജത്തെയാണ് നമ്മൾ ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാം? എതിർകോണുകളുടെ തുക 180 ഡിഗ്രി ആയ ചതുർഭുജങ്ങളാണ് ചക്രീയ ചതുർഭുജങ്ങൾ. ഇനി ഒരു ചോദ്യം ശ്രദ്ധിക്കൂ. എല്ലാ ചതുർഭുജങ്ങളും ചക്രീയമാണോ? ഉറപ്പായിട്ടും നമുക്ക് പറയാം അല്ല എന്ന്. കാരണം കുറച്ചു മുമ്പേ നമ്മൾ ചില ചതുർഭുജങ്ങൾ നമ്മൾ ചക്രീയമല്ല എന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാ ചതുർഭുജങ്ങളും ചക്രീയമല്ല. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഈ ആദ്യത്തെ ചിത്രം നോക്കൂ. ഇത് ഒരു ചതുർഭുജമാണ്. ഇതിനെ എന്താണ് പറയുക? ഇവിടെ നമുക്ക് ഒരു ജോഡി, 2 ജോഡി. അപ്പോൾ 2 ജോഡി വശങ്ങൾ സമാന്തരമായതും എല്ലാ കോണുകളും 90 ഡിഗ്രിയും എതിർവശങ്ങൾ തുല്യവുമായ ഒരു ചതുർഭുജമാണിത്. ഇതിനെ ചതുരം എന്നാണല്ലോ പറയുക. അപ്പോൾ ചതുരത്തിന്റെ ഓരോ കോണും 90 ഡിഗ്രിയാണ്. അപ്പോൾ എതിർകോണുകൾ കൂട്ടിയാൽ നമുക്ക് 180 കിട്ടില്ലേ? ഇത് കൂട്ടിയാലും ഇത് കൂട്ടിയാലും 180 ആണ്. അതുകൊണ്ട് ചതുരം ചക്രീയമാണ്. അപ്പോൾ അതെങ്ങനെ സ്ഥാപിക്കുക? ഇതാ, ചതുരത്തിന്റെ എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്. എല്ലാ കോണുകളും 90 ഡിഗ്രി വീതമാണ്. എതിർകോണുകളുടെ തുക 90 + 90 180 ഡിഗ്രി. അതുകൊണ്ട് ഇതൊരു ചക്രീയ ചതുർഭുജമാണ്. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ ടൈപ്പ് ചതുർഭുജം നോക്കിയാലോ. ഇതാ, ഇതും നിങ്ങൾക്ക് വളരെ പരിചിതമുള്ള ചതുർഭുജമാണ്. ഇവിടെ 4 വശങ്ങളും തുല്യമാണ്. പിന്നെ എതിർവശങ്ങൾ ഒരിക്കലും കൂട്ടിമുട്ടില്ല, സമാന്തരങ്ങളാണ്. കൂടാതെ എല്ലാ കോണുകളും 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ സമചതുരം എന്നാണ് പറയുക, അല്ലേ? അതും എന്താണപ്പോൾ? ചക്രീയമാണ്. എന്തുകൊണ്ടാണ്? സമചതുരത്തിന്റെ 4 വശങ്ങളും തുല്യമാണ്. എല്ലാ കോണുകളും 90 ഡിഗ്രി വീതമാണ്. എതിർകോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇതൊരു ചക്രീയ ചതുർഭുജമാണ്. ഓക്കെ.
അപ്പോൾ സമചതുരം ചക്രീയമാണോ എന്ന് ചോദിച്ച് അത് തെളിയിക്കാൻ പറഞ്ഞാൽ ഇത്രയും സ്റ്റെപ്പ് എഴുതിയാൽ മതി. ഇനി നമുക്ക് മൂന്നാമത്തെ തരം നോക്കിയാലോ. ഇതാ, ഈ ചതുർഭുജത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ABCD ഒരു ജോഡി വശങ്ങൾ സമാന്തരമാണ്. സമാന്തരം അല്ലാത്ത വശങ്ങളാണ് ADയും BCയും. ഇവിടെ നോക്കിയാൽ അത് രണ്ടും തുല്യമാണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ രണ്ട് വശങ്ങൾ തുല്യമായ ഒരു ചതുർഭുജമാണ് ഇത്. ഓക്കെ, ഇതിന് നമുക്ക് സമപാർശ്വ ലംബകം എന്നാണ് പറയുക. നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ സമപാർശ്വ ലംബകത്തിൽ ഒരു ജോഡി വശങ്ങൾ സമാന്തരമായിരിക്കും, സമാന്തരമല്ലാത്ത വശങ്ങൾ തുല്യമാണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെയുള്ള ഈ കോൺ എയും കോൺ ബിയും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതേപോലെ ഇവിടെ കോൺ ഡിയും കോൺ സിയും തുല്യമായിരിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ കോൺ എയും കോൺ ഡിയും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. കോൺ ബിയും കോൺ സിയും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ഓക്കെ, അതായത് ഇത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ സമപാർശ്വ ലംബകം ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായിരിക്കും. AB സമാന്തരം DC. സമാന്തരമല്ലാത്ത വശങ്ങൾ തുല്യമായിരിക്കും. AD സമം BC. ഇതിൻ്റെ എതിർകോണ് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ കോൺ എയും കോൺ ബിയും തുല്യമായിരിക്കും. കാരണം ഇതൊരു സമപാർശ്വ ലംബകമായതുകൊണ്ട്. ഇവിടെ അല്ലെങ്കിൽ നോക്കാം, ഇവിടെ നമുക്ക് എന്താണ്, രണ്ട് സമാന്തര വരകളുണ്ട്. രണ്ട് സമാന്തര വരകളെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ AD എന്ന വശം AD എന്ന് പറയുന്ന ഒരു വര ഖണ്ഡിക്കുന്നുണ്ട്. ഇവിടെ BC എന്ന വര ഖണ്ഡിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടും എന്താണ്? തിരിച്ചാണ് വരുന്നത്. അതുകൊണ്ട് ഈ കോണുകൾ തുല്യമാണ്. ഇനി ഞാൻ ഇവിടെ ഇതിനെ ഇങ്ങോട്ടേക്ക് നീട്ടി വരയ്ക്കാന്ന് വിചാരിച്ചു. അതേപോലെ ഇതിന് ഞാൻ ഇങ്ങോട്ടേക്ക് നീട്ടി വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ രണ്ട് വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ നമുക്ക് 4 കോണുകൾ ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് 4 കോണുകൾ ഉണ്ടാവും. ഓക്കെ ഓക്കെ ഇവിടെ നോക്കൂ, ഇങ്ങോട്ട് ഇവിടെ മുറിക്കുന്ന ഈ കോണ് അതേപോലെ ആയിരിക്കും അത് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കോണിന് ഞാൻ എന്ത് ചെയ്യാം? 1 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 1 ആയിരിക്കും. ഇതിന് ഞാൻ 2 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ അത് 2 ആയിരിക്കും. ഇനി ഈ ബിന്ദുവിലെ ഈ വശത്തിൻ്റെ അകക്കോണും പുറം കോണും കൂട്ടിയാൽ 180 കിട്ടണം. അതായത് 1ഉം 2ഉം കൂട്ടിയാൽ 180 കിട്ടണം. നമുക്ക് ഇവിടെ കോൺ എ എന്ന് പറയുന്നത് ഈ കോൺ ഒന്നിന് തുല്യമായ കോണാണ്. കോൺ ഡി എന്ന് പറഞ്ഞാൽ 2ന് തുല്യമായ കോണാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കോൺ എ പ്ലസ്
കോൺ ഡി അതെത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ കോൺ എയും കോൺ ബിയും തുല്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം നമുക്ക് കോൺ ബി എന്ന് എഴുതാം. അപ്പോൾ കോൺ ബി പ്ലസ് കോൺ ഡി അതെത്രയായിരിക്കും? 180 ആയിരിക്കും. അതായത് ഈ എതിർ കോണുകളുടെ തുക 180 ആണ്. ഇനി ഇവിടെ ഇതേപോലെ ഈ കോൺ ബിയും കോൺ സിയും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ഇതേപോലെ തന്നെ. ഓക്കെ. ഇനി ഇവിടെ ബിക്ക് പകരം എന്തെഴുതാം? എ എന്ന് എഴുതാമല്ലോ. അപ്പോൾ കോൺ എ പ്ലസ് കോൺ സി 180 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഈ എതിർകോണുകളുടെ തുക 180 ആണ്. അപ്പോൾ രണ്ട് ജോഡി എതിർകോണുകളും കളുടെയും തുക 180 ആണ്. അതുകൊണ്ട് സമപാർശ്വലംബകം എന്തായിരിക്കും? ചക്രീയമാണ്. ഓക്കെ. ഇത് നമ്മുടെ ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ കൊടുത്തിരിക്കുന്ന 8 ചോദ്യങ്ങളിലെ ഒരു ചോദ്യമാണ്. ഇത് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നാലാമത്തെ ചതുർഭുജം നോക്കൂ. ഇവിടെ 4 വശങ്ങളും തുല്യമാണ്. കൂടാതെ എന്താണ്? എതിർവശങ്ങൾ സമാന്തരമാണ്. അപ്പോൾ ഇത് ഒരു സാധാരണ സാമാന്തരികമാണ്. എതിർവശങ്ങൾ സമാന്തരവും തുല്യവുമാണ്. ഓക്കെ. അപ്പൊ എന്തായിരിക്കണം? എല്ലാ കോണും ഇപ്പൊ ഞാൻ ഇതിനെ എ എന്നും ബി എന്നും സി എന്നും ഡി എന്നും കൊടുത്താൽ ഇത് ഈ സാമാന്തരികത്തിന്റെ കോണുകൾ എന്തായിരിക്കണം? തുല്യമായിരിക്കണം. കോൺ എ സമം കോൺ ബി എതിർ കോണുകൾ തുല്യമായിരിക്കും. കോൺ എ സമം കോൺ സി, അതേപോലെ കോൺ ബി സമം കോൺ ഡി ആയിരിക്കണം. ഓക്കെ. തുല്യമാവുക എന്ന് പറയുമ്പോൾ എന്താണ്? 90 ഡിഗ്രി ആയാലല്ലേ നമുക്ക് ഇപ്പൊ കോൺ എയും കോൺ സിയും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടിയാലെയാണ് ചക്രീയാവുള്ളൂ. സാമാന്തരികത്തിന്റെ പ്രത്യേകത അനുസരിച്ച് കോൺ എയും കോൺ സിയും തുല്യമാണ്, കോൺ ബിയും കോൺ ഡിയും തുല്യമാണ്. ഇനി ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത എന്താണ്? എതിർകോണ് 180 ആയിരിക്കണം. അപ്പോൾ 180 ആവണമെങ്കിൽ എന്താണ്? ഇത് തുല്യമാണ്, അതേപോലെ 180 ആവണം. അപ്പോൾ എന്തായിരിക്കണം? കോൺ എയും കോൺ സിയും 90 ഡിഗ്രി ആയിരിക്കണം. പക്ഷേ സാമാന്തരികത്തിൽ കോൺ എ കോൺ സി 90 ഡിഗ്രി അല്ല. അതുകൊണ്ട് സാമാന്തരികം ചക്രീയമല്ല. ഓക്കെ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നോക്കേണ്ടത്. സാമാന്തരികത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എതിർകോണുകൾ തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് കോൺ എ സമം കോൺ സി, കോൺ ബി സമം കോൺ ഡി എന്ന് എഴുതാം. ഇനി ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത എന്താണ്? എതിർകോണുകൾ 180 ആയിരിക്കണം. അപ്പോൾ കോൺ എ പ്ലസ് കോൺ സി 180. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? കോൺ സിക്ക് പകരം കോൺ എ എന്ന് കൊടുത്താൽ രണ്ട് കോൺ എ സമം 180 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കോൺ എ എന്ത് കിട്ടും? 90 എന്ന് കിട്ടും. പക്ഷേ സാമാന്തരികത്തിലെ കോൺ എന്താണ്? 90 ഡിഗ്രി അല്ല. അതുകൊണ്ട് ഇത് ചക്രീയ ചതുർഭുജമല്ല. അപ്പോൾ ചതുരവും സമചതുരവും സമപാർശ്വലംബകവും ചക്രീയമാണ് എന്നും സാമാന്തരികം ചക്രീയ ചതുർഭുജം അല്ല എന്നും നമ്മൾ സ്ഥാപിച്ചു. ഇനിയും ഇതുപോലെ കുറച്ച് ചതുർഭുജങ്ങൾ നോക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ പിന്നെയുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ചത്. കൂടാതെ ചക്രീയ ചതുർഭുജം എന്താണെന്നും ചക്രീയ ചതുർഭുജങ്ങൾക്ക് ഉദാഹരണങ്ങളുമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലപോലെ പഠിക്കുക. ഇതിൽ നിന്നും എന്തായാലും ഒരു 5-6 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഓണപരീക്ഷയ്ക്കും അതുപോലെ തന്നെ അവസാനത്തെ പരീക്ഷയ്ക്കും ചോദിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക? നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയിലെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് വേണ്ടത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനനുസരിച്ച് മോഡിഫിക്കേഷൻസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും താങ്ക് യു.